രചന, അവതരണം സുഗി സുരേഷ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഓണമാണെന്ന്. രാവിലെ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ അനു എൻ്റെ നെഞ്ചത്തിങ്ങനെ തല വെച്ച് കിടക്കുന്നു. ഡാ, എഴുന്നേക്ക്, അമ്പലത്തിൽ പോണ്ടേ? വേഗം കുളിച്ച് റെഡിയാക്കേ. ഇല്ല ഏട്ടാ, ഞാൻ ഇന്ന് വരുന്നില്ല. അതെന്താ? നീയല്ലേ ഇന്നലെ പറഞ്ഞേ തിരുവോണമായിട്ട് അമ്പലത്തിലൊക്കെ പോണമെന്ന്? അവൾ ഉറക്കത്തിൽ നിന്നും പൂർണ്ണമായും കണ്ണുകൾ തുറന്ന് ഒരടഞ്ഞ സ്വരത്തിൽ എന്നോട് പറഞ്ഞു. എനിക്കിപ്പോ അമ്പലത്തിൽ വന്നൂടാ, എനിക്ക് പീരീഡ്സ് ആണ് ഏട്ടാ. അത് കേട്ട സമയം തന്നെ എനിക്ക് മനസ്സിലായി. ആ ഒരു സമയം ഞാൻ അവളുടെ നെറ്റിയിൽ ചെറിയൊരു ചുംബനം കൊടുത്തു. ആ ഒരു ചുംബനം കിട്ടിയ സമയത്ത് തന്നെ അവളുടെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. പുഞ്ചിരി വിടർന്ന പെണ്ണിന്റെ ചുണ്ടുകൾ കാണാൻ അതിലേറെ ഭംഗിയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി കോർത്തിണക്കിക്കൊണ്ട് ഒരു നിമിഷം ഞാൻ അവളെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഏട്ടാ, ഇങ്ങനെ കിടന്നാൻ പറ്റുമോ? വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വാ, എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് വാ. ഞാൻ മെല്ലെ കട്ടിൽ നിന്ന് എഴുന്നേറ്റതും ജമന്തി പൂക്കളുടെ ആ ഒരു ചെറിയ മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു. മുറ്റത്താണെങ്കിൽ അയലത്തെ വീട്ടിലെ കൊച്ചു പെൺകുട്ടികൾ കുളിച്ച് ഓണക്കോടി ഇട്ടുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നിരുന്ന് അത്തപ്പൂക്കളം ഇടാൻ സഹായിക്കുന്നു. ഒരു മലയാളി എന്ന നിലയിൽ കുറേയധികം നൊസ്റ്റാൾജിയസ് തോന്നുന്ന ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോഴേക്കും മുറ്റത്ത് കിടന്ന ഈറൻ തോർത്തുമെടുത്ത് അവൾ മുറിയിലേക്ക് വന്നു. ഇതെന്ത് നോക്കി നിൽക്കുക? പോയി കുളിച്ചിട്ട് വന്നേ. ഞാൻ തോർത്ത് വാങ്ങിച്ച് നേരെ കുളിക്കാൻ കയറി. കുളിമുറിയിൽ വെച്ചിരുന്ന വെള്ളത്തിനാണെങ്കിൽ വല്ലാത്ത തണുപ്പ്. ആ ഒരു സമയം കുറച്ച് ചൂടുവെള്ളം കിട്ടാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്നേ, ഇതെങ്ങോട്ടായി കുട്ടിത്തോർത്ത് കൊടുത്തോണ്ട്? പെൺപിള്ളാരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്, അവരെ കാണിക്കാൻ പോവാണോ? അവളുടെ ആ ചോദ്യം കേട്ട സമയത്ത് തന്നെ എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നു. എടി, എനിക്ക് കുളിക്കാൻ ഇച്ചിരി ചൂടുവെള്ളം വേണം, അതെടുക്കാൻ വേണ്ടി പോവുക. ചൂടുവെള്ളമൊക്കെ ഞാൻ എടുത്തോണ്ട് വരാം, നിങ്ങൾ വേഗം അകത്തേക്ക് കയറിക്കേ. കുറച്ച് സമയം ഞാൻ കുളിമുറി കയറിയിട്ട് ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ആസ്വദിച്ചു നിന്നു. ആ ഒരു സമയം മനുവേട്ടാ, ചൂടുവെള്ളം. ഇങ്ങോട്ട് ഒഴിച്ചേരേ എന്ന് പറഞ്ഞ് ബക്കറ്റ് എടുത്ത് വെച്ച് ഞാൻ ഒന്ന് തിരിഞ്ഞു നിന്നു. ആ ഒരു സമയം അവൾ ആ ചൂടുവെള്ളം മുഴുവൻ എടുത്ത് എൻ്റെ പുറത്തോട്ട് ഒഴിച്ചു. അയ്യോ, നീ എന്ത് പണിയടി കാണിച്ചത്? നിനക്കെന്താ ബോധമില്ലേ? ഹരിയേട്ടനല്ലേ പറഞ്ഞേ ഒഴിക്കാനെന്ന്? എടി മണക്കൂസെ, അത് ബക്കറ്റിൽ ഒഴിക്കാനാ, അല്ലാതെ എൻ്റെ മുതുകിലോട്ടല്ല. ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് തണുത്തുവെള്ളം എടുത്ത് ഒഴിച്ച് ഒന്ന് ആശ്വാസപ്പെട്ടു. അതേസമയം അവളെ ഞാൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുകളിലത്തെ സിറ്റൗട്ടിൽ പോയി മുഖവും കെട്ടിവെച്ച് അവിടെ കുത്തിയിരിക്കുന്നു. കുളിച്ച് പുറത്തോട്ടിറങ്ങിയ സമയത്തും എനിക്ക് നല്ല ദേഷ്യം തോന്നി. മുതുകിലെ ചെറിയ പൊള്ളലിന്റെ നീറ്റൽ ഇതുവരെ മാറിയിട്ടില്ല. ശേഷം അലമാരയിലിരുന്ന പുത്തൻ ഓണക്കോടി എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. മോന്തയും കെട്ടിവെച്ച് പുറത്തിരിക്കുന്ന അവളെ കണ്ട സമയത്ത് ഞാൻ അവിടേക്ക് ചെന്നു. ശേഷം അവളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ വിളിച്ചു. അനു, വാ, ഭക്ഷണം കഴിക്കാം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എനിക്ക് വേണ്ട. അനു വാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞേ? അതൊന്നും നിനക്ക് വേണ്ടാത്തേ? എനിക്ക് വിശപ്പില്ല. വിശപ്പില്ലാത്തോണ്ടാണെന്ന് വിചാരിച്ച് അവിടെ എടുത്തു വെച്ചിരുന്ന ഭക്ഷണം ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കെട്ടിവെച്ച മോന്തയുമായിട്ട് അവൾ ഇറങ്ങി വന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൾ നിന്ന നിൽപ്പിൽ എൻ്റെ കൈയിൻ്റെ സൈഡിലായിട്ട് ഒരൊറ്റ കടി. ജീവൻ പോകുന്ന പോലെ ഞാൻ അലറി വിളിച്ചു. നീ എന്തായി കാണിക്കുന്നേ? നിങ്ങളെന്താ എന്നെ കൂട്ടാതെ ഭക്ഷണം കഴിക്കുന്നേ? നീയല്ലേ പറഞ്ഞേ വേണ്ടാന്ന്? വേണ്ട എന്ന് പറഞ്ഞ വേണ്ടാന്നല്ല, നിർബന്ധിച്ചു കൊണ്ടുവരണം. നല്ലൊരു തിരുവോണ ദിവസമായിപ്പോയി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, എന്നാ വാ, എടുത്ത് കഴിക്കേ. എനിക്ക് വേണ്ട. എനിക്ക് ആ ഒരു സമയം കൂടുതൽ ദേഷ്യം എന്നിട്ടും കടിച്ചമർത്തി ഞാൻ അവളെ വിളിച്ചു. വാടാ, വാ കുട്ടാ, വന്നിരുന്ന് കഴിക്കേ. ഞാൻ പതുക്കെ പതുക്കെ അവളെ ടേബിളിന്റെ മുന്നിൽ പിടിച്ചിരുത്തി അവൾക്ക് തന്നെ ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആ ഒരു സമയം അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. അത് കണ്ട സമയത്ത് തന്നെ എനിക്ക് നിലത്തിട്ട് പിടിച്ച് ഉരയ്ക്കാൻ തോന്നിയായിരുന്നു. ശേഷം ഭക്ഷണം കഴിച്ച് ഞാൻ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. എൻ്റെ കൂടെ കൂട്ടിനായിട്ട് പെങ്ങളുട്ടി ഉണ്ടായിരുന്നു. ഹരിയേട്ടാ, ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത സമയത്ത് തന്നെ അവളും ചാടിക്കയറി. ഞാനും അവളും കൂടെ ഒരുമിച്ച് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി അങ്ങനെ തൊഴുത് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായി. വന്ന് കയറുന്ന സമയത്തും അനുവിന്റെ മോന്തയാണെന്നുണ്ടെങ്കിൽ കടന്തൽ കുത്തിയ പോലെ ഇരിക്കുന്നു. ചേടാ, ഇനി ഇവളെന്തിനാ ഈ മോന്ത ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ? നേരത്തെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കിയതാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി അനിയത്തിക്കുട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങി. ശേഷം അകത്തേക്ക് കയറി അനുവിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. വയറുവേദന എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അവൾ പറഞ്ഞതും ഞാൻ അവളുടെ വയറ്റിലൊന്ന് ഞെക്കി നോക്കി. സാധാരണ സമയങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കേണ്ടതാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഒരനക്കവും ഇല്ലാതെ
നല്ല ഏറ് പിടിച്ച പ്രതിമ പോലിരിക്കുന്നു. നിനക്ക് എന്തു പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല അനു, എനിക്ക് കുറച്ചു നേരമായിട്ട് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടേ. നല്ലൊരു ദിവസമായിട്ട് നിന്റെ മുഖം ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ, കഷ്ടമുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ കൂട്ടാതെ അമ്പലത്തിൽ പോയേ? എടി നീയല്ലേ പറഞ്ഞേ നിനക്ക് പീരീഡ്സ് ആണ്, നീ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് നീയല്ലേ? എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കൂട്ടാതെ നിങ്ങളുടെ പെങ്ങളെ വിളിച്ചിട്ട് അമ്പലത്തിൽ പോയില്ലേ? നിനക്ക് എന്താനു? എനിക്കൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ശരിക്കും അവളുടെ സംസാരം കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല കലി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയം അതൊന്നും പ്രകടിപ്പിക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി മറ്റെന്തൊക്കെയോ പരിപാടിയിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിക്കൊണ്ടേയിരുന്നു. കുറച്ച് സമയം അവളോട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവൾ താനെ എഴുന്നേറ്റ് വരും എന്നൊരു ധാരണയായിരുന്നു എനിക്ക്. പക്ഷേ അന്നത്തെ ദിവസം എന്നോട് നല്ലൊരു കലിപ്പ് തന്നെയായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒന്ന് പരസ്പരം സംസാരിക്കാതെ തന്നെയാണ് ഭക്ഷണം കഴിച്ചത് പോലും. അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ ഒരിടത്ത് മാറിയിരിക്കുന്ന സമയത്ത് ഞാൻ മിണ്ടാൻ ചെല്ലുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ പതുക്കെ പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഹരിയേട്ടാ, എന്നോട് എന്താ മിണ്ടാത്തേ? എന്നോട് ദേഷ്യമാണോ ഹരിയേട്ടന്? ഒന്നുമില്ല, എനിക്കൊന്നും സംസാരിക്കാനില്ല നിന്നോട്. ഹരിയേട്ടാ, എന്നോട് പിണങ്ങല്ലേ. ഞാൻ ആ ഒരു സമയത്ത് ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞതാണ്. എന്നോട് പിണങ്ങല്ലേ ഹരിയേട്ടാ. നിനക്കറിയോനു ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന്? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണമാണ്. രാവിലെ തന്നെ എന്തൊക്കെ പ്രതീക്ഷയോടാണ് ഞാൻ എഴുന്നേറ്റത്. എല്ലാം നീ തുലച്ചില്ലേ. ഞാൻ കൂടെ കൂടെ ശകാരിക്കുമ്പോൾ അവൾ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയായിരുന്നു. ഞാൻ കൂടെ കൂടെ ദേഷ്യപ്പെടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഞാൻ മെല്ലെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. കഥ അവസാനിച്ചിരിക്കുന്നു.